ഈ വിശുദ്ധ ദിവസം വിശുദ്ധനായ ദൈവത്തെ കാണുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും ദൈവം നമുക്ക് ഇടയാക്കേണ്ടതിനായി നമ്മെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനം പഠനത്തിനായി നമുക്ക് ഒരുങ്ങാം. തനിമയിലേക്ക് എന്ന കൂട്ടായ്മ നമുക്കതിന് സഹായം ആകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. മനുഷ്യ ജീവിതത്തിൽ നമുക്ക് രണ്ട് ഘടകങ്ങളെ വേർതിരിച്ച് കാണുവാൻ സാധിക്കും. ആത്മാവും മാംസവും, അല്ലെങ്കിൽ ശരീരം. നമ്മളെ ജീവിപ്പിക്കുന്നത് ആത്മാവാണെന്ന് കർത്താവ് പറയുകയാണ്. അതിനുശേഷം പറയുകയാണ്, എന്താണ് ഈ ജീവൻ? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. അപ്പോൾ നിങ്ങളെ ജീവിപ്പിക്കേണ്ടത് കർത്താവ് സംസാരിച്ച വചനങ്ങളാണ്. ഈ ലോകത്തിൽ നാം ജീവിച്ച് പലവിധ മാറ്റങ്ങളിൽ കൂടെ വളർന്ന് ഒടുവിൽ ജീർണിച്ചു പോകുന്ന ശരീരത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയല്ല നാം കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. പിന്നെയോ നമ്മളെ നിത്യജീവനിൽ നിലനിർത്തുന്ന ആത്മാവിൻ്റെ അഭിവൃദ്ധിയാണ് നാം ലക്ഷ്യമാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭൗതിക ജീവിതത്തിൻ്റെ അഭിവൃദ്ധി മാത്രമാണ്. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ സാധാരണ മനുഷ്യർ തയ്യാറാകുന്നത് നാം കാണുന്നുണ്ട്. ഉള്ള കിടപ്പാടം പണയപ്പെടുത്തി മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഒടുവിൽ ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ മക്കളുടെ വിദ്യാഭ്യാസത്തിലും വിജയം നേടാൻ കഴിയാതെ ഭാരപ്പെടുന്ന എത്രയോ പേരാകുന്നു നമുക്ക് ചുറ്റുപാടുമുള്ളത്. അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാം പണയപ്പെടുത്തി ഒടുവിൽ വിദ്യാഭ്യാസം നേടിയിട്ട് ലക്ഷ്യബോധമില്ലാത്ത കുഞ്ഞുങ്ങൾ നമുക്ക് ചുറ്റും കാണുന്നില്ലേ? അങ്ങനെ ഈ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം നാം ജാഗ്രതയോടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. പലവിധ മാറ്റങ്ങളിലൂടെ വളർച്ചയുടെ പടവുകൾ കടന്ന് ഒടുവിൽ ജീർണിച്ചു പോകേണ്ടതാണ് ഈ മാംസം. എന്നാൽ ആത്മാവിൻ്റെ അത് ദൈവം നമുക്ക് തന്നതാണ്. അത് ദൈവം നമ്മിൽ നിന്നും എടുക്കുകയും ചെയ്യുന്നു. ആ ആത്മാവിൻ്റെ വളർച്ച നാം വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആത്മാവ് എന്ന് പറയുന്നത് കർത്താവ് നമ്മെ പഠിപ്പിച്ച വചനങ്ങളാണെന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. കർത്താവ് ഒരു വലിയൊരു പാഠം പഠിപ്പിച്ചു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇതാരെയാണ് പഠിപ്പിച്ചതെന്ന് ശ്രദ്ധിക്കുക. പണ്ഡിതന്മാരെയോ
വേദശാസ്ത്രജ്ഞരെയോ ഒന്നുമല്ല. വെറൊരു സാധാരണ പാപിനി എന്ന് മുദ്ര കൊണ്ട ഒരു പാവപ്പെട്ട സ്ത്രീ, ശമര്യക്കാരി സ്ത്രീയോടാണ് കർത്താവ് ഈ വലിയ സത്യം പഠിപ്പിക്കുന്നത്. ദൈവം ആത്മാവാണ്. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പോൾ കർത്താവ് എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നു. പണ്ഡിതനും പാമരനും ഒരുപോലെ പ്രാധാന്യം നൽകുന്നവൻ ദൈവം. പാപിക്കും വെറുക്കപ്പെട്ടവർക്കും സമൂഹത്തിൽ സ്ഥാനമില്ലാത്തവർക്കും ദൈവം വലിയ വില കൊടുക്കുന്നു. അതുകൊണ്ടാണല്ലോ സമൂഹം വെറുത്തിരിക്കുന്ന ഈ ശമര്യക്കാരിയോട് ഈ വലിയ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത്. ഈ രഹസ്യത്തിൻ്റെ ആഴം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ശരിക്കും ഒരു പണ്ഡിതനും ഇതുവരെയും അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ദൈവം ഓരോരുത്തരെയും എത്രമാത്രം വില മതിക്കുന്നുവെന്ന് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നാം തള്ളിക്കളയുന്നവർ, നാം നിന്ദിച്ച് കളയുന്നവർ, നാം ഒരു പ്രാധാന്യവും നൽകാത്ത ആളുകളെയും ദൈവം വലിയ വില കൊടുത്ത് രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാം. ആത്മാവെന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പോൾ ആത്മാവ് എന്താണെന്ന് കർത്താവ് ഈ നമ്മൾ വായിച്ച ഭാഗത്ത് പറയുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ജീവനാണ് പ്രാധാന്യം ദൈവം നൽകുന്നത്. ജീവൻ്റെ ദാതാവാണ് ദൈവം. ആ ജീവൻ ദൈവം തിരികെ ചോദിക്കുമ്പോൾ നാം നൽകേണ്ടതാണ്. നിത്യമായി നമുക്ക് ആർക്കും ഇവിടെ ജീവിക്കുവാനായിട്ട് കഴിയുന്നില്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം നമ്മുടെ ജീവനെ ഫലമേൽപ്പിക്കേണ്ടതാണ്. എൻ്റെ പ്രാണനെ നിൻ്റെ കയ്യിൽ ഫലമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കർത്താവ് കുരിശിൽ മരിക്കുന്നത്. കർത്താവ് തന്ന ഒരു മാതൃക അതാണ്. ദൈവം തന്ന ജീവൻ അത് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. ആ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ ജീവനെ വളർത്തി ദൈവം തരുന്ന കൃപകളാൽ, ദൈവം തരുന്ന അനുഗ്രഹങ്ങളാൽ ആ ജീവനെ വളർത്തിക്കൊണ്ടുവരണം. ആ ജീവനെ വളർത്തുവാൻ കഴിയുന്നത് ആത്മാവിൻ്റെ പരിപോഷണത്തിൽ കൂടെയാണ്. ആത്മാവ് പരിപോഷിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ആ ജീവൻ വളരുന്നില്ല. ആത്മാവിനെയാണ് പ്രാധാന്യം നമ്മൾ നൽകേണ്ടത്. അതിനെ എങ്ങനെയാണ് പരിപോഷിപ്പിക്കുന്നത്? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ നിമിത്തം. ദൈവം നമ്മോട് സംസാരിച്ച വചനങ്ങൾ ഇന്നും ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളാരും വളർച്ച പൂർത്തിയാക്കിയിട്ടില്ല. വളർച്ചയുടെ പടവുകളിൽ നാം കയറുന്നതേ ഉള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നില്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. എനിക്കൊന്നും അവകാശപ്പെടുവാനില്ല. വളർച്ചയുടെ പൂർത്തി എന്ന് പറയുന്നത് മനുഷ്യർക്കാർക്കും അവകാശപ്പെടുവാനായിട്ട് കഴിയുന്നില്ല. പഴയ നിയമത്തിൽ വലിയൊരു ജ്ഞാനി എന്ന് അഭിമാനിച്ചിരുന്ന, സമൂഹം കരുതിയിരുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. അഹീത്തോഫൽ. 2 ശമൂവേൽ 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ:
2 ശമൂവേൽ 16-23 അക്കാലത്ത് അഹീത്തോഫൽ പറയുന്ന ആലോചന ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെയായിരുന്നു. ജനം അങ്ങനെയാണ് സ്വീകരിച്ചത്. അഹീത്തോഫൽ വലിയ ജ്ഞാനിയായിരുന്നു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രാജഭരണത്തിൽ രാജാവിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് അഹീത്തോഫൽ പറയുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെയാണ് മനുഷ്യൻ കരുതിയത്. എന്നാൽ അഹീത്തോഫലിൻ്റെ ജീവിതത്തിലും നിരാശ വന്നുപോയി. എപ്പോഴാണ് അഹീത്തോഫൽ ദാവീദ് രാജാവിനോടുള്ള കൂറുമാറി അബ്ശാലോമിനെ ആശ്രയിച്ചു. അബ്ശാലോമിനെ വളർത്തുവാനായിട്ട് അഹീത്തോഫൽ പരിശ്രമിച്ചു. ആ പരിശ്രമത്തിൽ സ്നേഹിതനോട് കൂറുമാറി സ്നേഹിതൻ്റെ ശത്രുവായിരുന്ന സ്വന്തം മകൻ അബ്ശാലോം ആ അബ്ശാലോമിനെ വളർത്തുവാൻ പരിശ്രമിച്ചപ്പോൾ അവിടെ ദൈവം ഇടപെട്ടു. ദാവീദിൻ്റെ സ്നേഹിതനായ ഹൂശായി ദൈവം അതിനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദാവീദിനെ ഇല്ലായ്മ ചെയ്യുവാൻ അബ്ശാലോമിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ അഹീത്തോഫൽ ശരിയായ ആലോചന പറഞ്ഞു. എന്നാൽ അത് രാജാവിന് സ്വീകാര്യമായിരുന്നില്ല. അഹീത്തോഫൽ പറഞ്ഞു, രാജാവ് ഇപ്പോൾ പരീക്ഷീണനായി കഴിയുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ നേരിട്ടാൽ നമുക്ക് നിഷ്പ്രയാസം അദ്ദേഹത്തെ തോൽപ്പിക്കാം എന്നുള്ളത് പറഞ്ഞു. എന്നാൽ ഇത് ശരിയായ ഒരു ആലോചനയാണോ എന്ന് അബ്ശാലോം ഒരു പുനർചിന്തനം ചെയ്യുകയും വേറെ ആരുടെയും അഭിപ്രായം ചോദിക്കുകയും ചെയ്തപ്പോൾ ദാവീദിൻ്റെ സ്നേഹിതനായ ഹൂശായി വ്യത്യസ്തമായ മറുപടിയാണ് പറഞ്ഞത്. അത് അബ്ശാലോമിന് സ്വീകാര്യമായി. താൻ അപമാനിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അബ്ശാലോം ഉടനെ തന്നെ തൻ്റെ ഭവനത്തിൽ പോയി ഭവനത്തിലെ കാര്യാദികൾ നേരെയാക്കി താൻ തൂങ്ങി മരിച്ചു. അവൻ്റെ ആത്മാവ്, അവൻ്റെ ജീവൻ അവനെ നഷ്ടപ്പെടുകയും ചെയ്തു. നേരത്തെ അവൻ പറയുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെ മനുഷ്യർ കരുതിയിരുന്നു. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുവാനുള്ളത് നമ്മുടെ പേരോ പെരുമയോ ജ്ഞാനമോ ഒന്നും ശാശ്വതമല്ല. ശാശ്വതമായിരിക്കുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവാനുരൂപമായി നാം വളരുവാനുള്ള നമ്മുടെ പരിശ്രമം മാത്രമാണ്. നമുക്ക് അത്യാവശ്യമായിരിക്കുന്നത് മനസ്സ് പുതുക്കിയുള്ള രൂപാന്തരമാണ്. നമുക്ക് പല കാര്യങ്ങളിലും അഭിമാനിക്കുവാൻ ചിലപ്പോൾ സാധിച്ചേക്കും. നമ്മുടെ പാണ്ഡിത്യമോ നമ്മുടെ കഴിവുകളോ നമ്മുടെ ബുദ്ധിശക്തിയോ ഇതൊക്കെ നമുക്ക് അഭിമാനിക്കുവാനുള്ള വകയാണ്. എന്നാൽ ഇവയൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്നും ചോർന്നു പോകുന്നത് എപ്പോഴാണ്? നാം താഴ്മയുടെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഈ സുഹൃതങ്ങൾ ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയുള്ളൂ. കർത്താവ് നമുക്കത് വലിയ മാതൃകയാണ് പറഞ്ഞു തരുന്നത്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിക്ക്. താഴേണ്ടടുത്ത് താഴുവാൻ, കൊള്ളേണ്ടടുത്ത് അടി കൊള്ളുവാൻ, നിന്ദിക്കപ്പെടേണ്ടടുത്ത് നിന്ദിക്കപ്പെടുവാൻ, കുരിശെടുക്കേണ്ടടുത്ത് കുരിശെടുക്കുവാൻ നാം തയ്യാറാണോ? എൻ്റെ വചനങ്ങൾ
ഞാൻ നിങ്ങളോട് സംസാരിച്ച എൻ്റെ വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. കർത്താവ് തരുന്ന ജീവൻ ഉപരിപ്ലവമായ ജീവനല്ല, ശരീരത്തെ നിലനിർത്തുവാനുള്ള ജീവനല്ല, പിന്നെയോ നിത്യജീവനാണ്. ആ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കുവാനുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അന്ത്യന്യായവിധിയെക്കുറിച്ച് കർത്താവ് പറയുന്ന പ്രസക്തമായ പല കാര്യങ്ങളുണ്ട്. നശിച്ചു പോകുന്നവരോടും രക്ഷിക്കപ്പെടുന്നവരോടും ഒരേ കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. ഞാൻ ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെനിക്ക് ഉടുക്കാൻ തന്നില്ല, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ തടവിലായിരുന്നു, നിങ്ങളെന്നെ കാണുവാൻ വന്നില്ല. ഇങ്ങനെ ഒരു കൂട്ടരോട് പറയുമ്പോൾ മറ്റുള്ളവരോട്, അനുഗ്രഹിക്കപ്പെട്ടവരോട് പറയുന്നു, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നു. നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരനെയും സ്നേഹിച്ചു. അപ്പോൾ ആളുകൾ ചോദിക്കുന്നു, ഞങ്ങളെപ്പോൾ നിന്നെ കണ്ടു? വിശന്നവനായോ ദാഹിച്ചവനായോ കണ്ടോ? അപ്പോൾ കർത്താവ് പറയുന്നു, എൻ്റെ ഏറ്റവും ചെറിയവരിൽ ഒരുത്തനും നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്തത്. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അത് എന്തിനാണ് ദൈവം തന്നത്? ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. കർത്താവ് നമ്മെ പഠിപ്പിച്ച സത്യങ്ങളെ പ്രാവർത്തികമാക്കുന്നത് നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ കൂടിയാണ്. വിശക്കുന്നവന് ആഹാരവും, ദാഹിക്കുന്നവന് ജലവും, പാർപ്പിടമില്ലാത്തവന് പാർപ്പിടവും എല്ലാം കൊടുക്കണം. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഇതിനെ ശരിയായിട്ട് പഠിച്ചിട്ട് പറയുകയാണ്, ഇതൊക്കെ ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ചെയ്യുന്നതൊക്കെ വ്യർത്ഥമാണ്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കും, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കും. ഇത് സ്നേഹത്തിൽ കൂടെ അല്ലാതെ വ്യാപരിക്കുന്ന ഏതാത്മാവായാലും ഒരു പ്രയോജനവുമില്ല. അവിടെ പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുകയാണ്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ആകുന്നു. നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ജീവിതം രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഉള്ള ജീവിതമാണ്. രണ്ടുപേരോടുമുള്ള നമ്മുടെ സമീപനം ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന വെളിപ്പെടുത്തുന്ന ആയിരിക്കണം. അത് അഭിമാനിക്കുവാൻ ആർക്ക് കഴിയും? പൗലോസ് അപ്പോസ്തലന് അത് അഭിമാനിക്കുവാൻ കഴിയും. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ആകുന്നു. അത് പ്രസൻറ്റ് ടെൻസിലാണ് പറയുന്നത്. എല്ലാ ദിവസവും ഇങ്ങോട്ട് ചെയ്യുന്നതിന് പ്രതികാരമായിട്ടല്ല, പിന്നെയോ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണ്. ആ വാസന പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുവാൻ കഴിയണം. ഞാൻ ജീവിക്കുന്ന സമൂഹത്തിന് കഴിയണം, ഞാൻ വസിക്കുന്ന ഭവനത്തിന് കഴിയണം. ഇങ്ങോട്ട് ചെയ്യുന്നത് പോലെയല്ല അങ്ങോട്ട് ചെയ്യുന്നത്. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ ത്യാഗത്തിൽ കൂടിയും സ്നേഹത്തിൽ കൂടിയും കഷ്ടതയിൽ കൂടിയും അവരൻ്റെ നന്മ ആഗ്രഹിക്കുക. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണി അവർ വളരട്ടെ, ഞാനോ കുറയട്ടെ എന്നുള്ള ആ ചിന്തയോടുകൂടി കർത്താവിനെ അനുഗമിക്കുവാൻ നമുക്ക് ഇടയാക്കട്ടെ.
ഈ കർത്താവ് പറഞ്ഞ വചനങ്ങൾ നമ്മെ ആത്മാവിൽ വളർത്തുവാൻ സഹായിക്കട്ടെ. ഒന്നിനും ഉപകരിക്കാത്ത ഈ ജഡം അത് നശിച്ചു പോകുവാനുള്ളതാണ്. ജഡത്തെ വളർത്തുകയല്ല, താൽക്കാലികമായ നേട്ടം നേടുകയല്ല, നിത്യതയിലേക്ക് നമ്മെ നയിക്കുന്ന, നിത്യതയിലേക്ക് നമ്മളെ വളർത്തുന്നതായുള്ള ദൈവിക സത്യങ്ങൾ നമ്മെ ശക്തരാക്കേണ്ടതിനായിട്ട് ഈ വിശുദ്ധ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം.